Assalamualaikum warahmatullahi Muradi ya muradi ya muradi Muradi saqadirullah muradi Wasauti anta ya qutbal zamani Wujudi malharullahi sultani. സഹോദരങ്ങളെ, ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനസ്സിൽ സജീവമാകേണ്ടതിന്റെ ആവശ്യകതയായിരുന്നു ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അഹ്ലു ബൈത്തിൽ പ്രധാനിയാണ്. ബഹുമാനപ്പെട്ട ഇമാം അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളുടെ പേരമകനാണ്. ഷഹീദ് കർബല ഹുസൈൻ അലൈഹിസ്സലാം മഹാനവറുകളുടെ മകനാണ്. ഇബാദത്തിൽ സുപ്രസിദ്ധനാണ്. മഹാനവറുകൾ വുളൂ ചെയ്തു കഴിഞ്ഞു ശരീരം ആകെ വിവർണമാണ്. എന്തോ അമ്പരപ്പോ ഭയപ്പാടും ഉള്ളിൽ കടന്ന പോലെ ശരീരം വിറക്കാൻ തുടങ്ങി. ഇത് വുളൂ ചെയ്ത് കഴിഞ്ഞാലൊക്കെയുള്ള കാഴ്ച. അനുയായികൾ ചോദിച്ചു, എന്താണ് ആരെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്? ആരോടാണ് ഞാൻ സംഭാഷണം നടത്താൻ പോകുന്നത്? അവൻ എങ്ങനെയായിരിക്കും എന്റെ സംഭാഷണത്തോട് പ്രതികരിക്കുക? ഈ വക ചിന്തയാണ് മഹാനവറുകളെ അലട്ടുന്നത്. അതോടെ മഹാനവറുകളുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. മനസ്സിൽ അല്ലാഹുവിനോടുള്ള പ്രേമം സജീവമായത് കാരണം ഒരു പ്രത്യേകമായ ആകാംക്ഷയും പ്രത്യേകമായ അവസ്ഥയും ഉണ്ടാവുക. നമുക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു ചിന്ത അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പോവുകയാണ്, അവനോട് സംഭാഷണം നടത്താൻ പോവുകയാണ് എന്ന ചിന്തയും ആ മഹത്വവും ഗാംഭീര്യവും നമ്മുടെ മനസ്സിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് കീഴടക്കാതിരുന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ വുളൂ ആവുകയില്ല. അതിൽ ദിക്റിനൊട്ടും സ്ഥാനമുണ്ടാവുകയില്ല. വെറും ചില കഴുകലുകൾ മാത്രമായി അത് അവശേഷിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ അലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ ഓർത്താൽ അവരുടെ മനസ്സിന് ഭയപ്പാടുകൊണ്ട് പേടിച്ച് വിറക്കാൻ തുടങ്ങും. അങ്ങനെ ഖുർആന്റെ ആയത്തുകൾ ഓതിയാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അങ്ങനെ അവർ നിസ്കാരം നിലനിർത്തും. അങ്ങനെ അവർ സക്കാത്ത് നൽകും. ഈ അവസ്ഥയോടെയാണ് അവർ നിസ്കാരം നിർവഹിക്കുന്നത്, സക്കാത്ത് നിർവഹിക്കുന്നത്, ഹജ്ജ് നിർവഹിക്കുന്നത്. അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ, അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. സഹോദരങ്ങളെ, ഈ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നാം വെറുതെ നേരത്തെ ശീലിച്ച ശീലങ്ങൾ അപ്പടി തുടർന്നു വന്നതുകൊണ്ടായില്ല, അതുകൊണ്ട് നടക്കുകയില്ല.
പരിശുദ്ധമായ കലിമത്ത് തൗഹീദ്, ഇസ്ലാം കാര്യത്തിൽ ആദ്യത്തേത്. കലിമത്തു ഷഹാദ, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തുൽ ഈമാൻ, കലിമത്തു തഖ്വ എന്നീ പേരുകളൊക്കെ ആ പരിശുദ്ധ കലിമക്ക് നൽകാൻ കാരണമെന്ത്? ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ആ കലിമയിൽ നിന്നാണ്. ആ കലിമ അതിന് യോഗ്യനായ ഒരാളിൽ നിന്ന് നേടേണ്ടത്. അങ്ങനെ നേടിയതിന് ശേഷം അവർ ചൊല്ലിത്തരുമ്പോൾ ഏറ്റുചൊല്ലി ഒരു പ്രതിജ്ഞയായി അതിൽ നേടിയെടുത്തതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം അതുകൊണ്ട് അമൽ ചെയ്യേണ്ടത്. മനസ്സിൽ ആ പരിശുദ്ധമായ കലിമ കൊണ്ട് പ്രത്യേകമായ അമലുകളുണ്ട്. മനസ്സിൽ അതിൻ്റെ സജീവത നിലനിൽക്കേണ്ടതുണ്ട്. അതിനെല്ലാം ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുൽ സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകളുടെ മനസ്സ് തൗഹീദ് കൊണ്ട് ജീവിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിസ്കാരത്തിലേക്ക് ആരാധനകളിലേക്കും അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവർക്ക് സജീവമാകുന്നു. അവരുടെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടാകും, ഈമാൻ ഉണ്ടാകും, ഈമാൻ വർദ്ധിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരിശുദ്ധ സവിധത്തിലെത്തി പരിശുദ്ധ കലിമ നേടിയെടുക്കാൻ അതുകൊണ്ടുള്ള പ്രത്യേകമായ അമലുകൾ നിർവഹിക്കും. അതിൻ്റെ അസ്റാറുകളിലേക്ക് നമ്മുടെ മനസ്സുകളുടെ വാതിൽ തുറക്കാൻ വേണ്ടത് ചെയ്യുക, പരിശുദ്ധമായ ജീലാനി ചെയ്യുക. സഹോദരങ്ങളെ, ഇന്നലെ നാം പറഞ്ഞു അൽ അദബു അദബാനി, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല തങ്ങളുടെ പ്രസ്താവന. ഒന്ന് അദബു സിർ, രഹസ്യമായ അദബ്. അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പരസ്യമായ അദബിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഫ്ഉൽ ജവാരി മിനൽ ദോഷങ്ങളിൽ തൊട്ട് നമ്മൾ അവയവങ്ങൾ സംരക്ഷിക്കപ്പെടും. അതിന് വേണ്ട കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നത്. അതോടൊപ്പം വളരെ സുപ്രധാനമാണ് അദബു സിർ, അഥവാ തഹാറത്തുൽ ഖൽബി മിനൽ ഉയൂബ്, മനസ്സ് ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധമാവുക. ഇമാം ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, അവയവങ്ങൾ വൃത്തിയാക്കി മനസ്സിൽ അസൂയ, അഹങ്കാരം, സഹോദരനെ കുറിച്ചുള്ള ചീത്ത വിചാരം, ദോഷം ചെയ്യാനുള്ള താല്പര്യം തുടങ്ങിയ അനേകം വൃത്തികേടുകൾ മനസ്സിൽ നിറയാൻ സാധ്യത. അതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്ന് ബാഹ്യമായ അവയവങ്ങൾ മാത്രം വൃത്തിയാക്കി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം പറഞ്ഞു. മഹാരാജാവ് തന്റെ വീട്ടിലേക്ക് എഴുന്നള്ളുകയാണ്. ആ സമയത്ത് അവൻ വീടിന്റെ പുറംചുമരുകൾ വൃത്തിയാക്കി സുന്ദരമായ പെയിന്റിങ് നടത്തി. വീടിന്റെ ഗേറ്റ് വളരെ സുന്ദരമാക്കി, ഒതുക്കുകളെല്ലാം വളരെ വൃത്തിയാക്കി, മുറ്റം നല്ല സുന്ദരമായ ഇഷ്ടികകൾ കൊണ്ട് പതിച്ചു. അങ്ങനെ പുറം പൂർണ്ണമായും വൃത്തിയാക്കി. എല്ലാ മാലിന്യങ്ങളും ഉള്ളിൽ നിറച്ചു. വീട്ടിന്റെ ഉള്ളിൽ എല്ലാ മാലിന്യങ്ങളും
ദുർഗന്ധം വമിക്കുന്ന എല്ലാ വൃത്തികേടുകളും വീടിന്റെ എല്ലാ റൂമുകളിലും നടക്കുകയും ചെയ്യും. ഇവന്റെ അവസ്ഥയാണ് മനസ്സിൽ ഇത്തരം ന്യൂനതകൾ നിറഞ്ഞു നിൽക്കുകയും ബാഹ്യമായ അവയവങ്ങൾ വൃത്തിയാക്കുകയും ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നവന്റെ അവസ്ഥ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് ത്വഹാറത്തുൽ ഖൽബി മിനൽ ഉയൂബ് വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ് സംഭവം. മനസ്സിനെ ന്യൂനതകളിൽ നിന്ന് വൃത്തിയാക്കുക. ഇത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ കാര്യക്ഷമമായി നടക്കേണ്ട ഒരു സംഗതിയാണ്. ഇതൊന്നും പക്ഷേ ആരും ശ്രദ്ധിക്കാറില്ല. ഇത്രമാത്രമാണ് ഇതിന്റെ ഗൗരവമെന്ന് ആലോചിക്കാറില്ല. മനസ്സിലുണ്ടാകുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്? ഒരു മാൻ പറഞ്ഞ വാക്കനുസരിച്ച് ഇന്നഫ്സി മിനൻ നഖായിസി മാ ലില്ലാഹി മിനൽ കമാലാത്ത്. അള്ളാഹുവിന്റെ പൂർണ്ണതകൾ എത്രയാണ്? അനന്തമാണ്. അതുപോലെയാണ് പോലും നഫ്സിന്റെ, അതായത് സംസ്കരിക്കപ്പെടാത്ത മനസ്സിന്റെ ന്യൂനതകൾ അനന്തമാണ്. 1, 2, 3, 10, 10,000 അല്ല, അത് അനന്തമാണെന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഇന്നഫ്സി മിനൻ നഖായിസി മാ ലില്ലാഹി മിനൽ കമാൽ. അള്ളാഹുവിന്റെ പൂർണ്ണതകൾ പോലെ അനന്തമായി കിടക്കുകയാണ് സംസ്കരിക്കപ്പെടാത്ത മനസ്സിന്റെ ന്യൂനതകൾ. ഈ ന്യൂനതകൾ വൃത്തിയാക്കാതെ നാം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ, നോമ്പിലേക്ക് പ്രവേശിച്ചാൽ, സഹോദരങ്ങളെ, നേരത്തെ രാജാവിനെ സ്വീകരിക്കാൻ നിന്നവന്റെ അവസ്ഥ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. അവന്റെ കോപത്തിന് വിധേയമായി പോകും. മഖ്തിന് കാരണമാണ് കോപം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. എന്താണ് മനസ്സ് വൃത്തിയാക്കാനുള്ള മാർഗം? അസൂയ, അഹങ്കാരം, ചീത്ത വിചാരം, പിശുക്ക്, ഭീരുത്വം, ഒരുപാട് മനസ്സിനെ നയിക്കുന്ന, ഒരു മനസ്സിന് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ന്യൂനതകളുണ്ട്. ഹുബ്ബുൽ മാൽ, സ്വത്തിനോടുള്ള ആക്രാമം, ഹുബ്ബുൽ ജാഹ്, സ്ഥാനമോഹം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ന്യൂനതകൾ നമ്മുടെയൊക്കെ മനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്നു. ഇതിനെ നീക്കിക്കളയാനുള്ള മാർഗം എന്ത്? തിയറികൾ മഹാന്മാരായ പലരും, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സൂഫി പണ്ഡിതന്മാർ പല തിയറികളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രായോഗികമായി അതിന് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ധാരാളം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഒരുപാട് ഇമാമിയങ്ങൾ കണിശമായി പറഞ്ഞത് അതിനൊരു ഹക്കായ ശേഖിന് മുറുകെ പിടിക്കുക എന്നതാണ്. അസൂയ നീങ്ങി കിട്ടാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മാർഗം, ഒരാൾക്ക് തന്റെ അയൽവാസിയോട് അസൂയ തോന്നും. എന്തേ കാരണം? അയൽവാസി കോടീശ്വരൻ, ഇയാൾ ദരിദ്രൻ, അയാളുടെ സമ്പത്ത് നശിക്കണം, തനിക്കാകണം ആ സമ്പത്ത് എന്ന ആഗ്രഹം ഇയാളുടെ മനസ്സിൽ കുടികൊണ്ടു. അതാണ് അസൂയ. അങ്ങനെ ഇരിക്കെ അയൽവാസിക്ക് ഒന്നുകൂടെ സമ്പാദ്യം ഉണ്ടായാൽ വീണ്ടും അവന്റെ മനസ്സ് നീറിപ്പോകയാണ്. അതാണ് അസൂയ. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അസൂയക്കാർക്ക്. ഇതാ കാരണം.
ഇത് നീങ്ങി കിട്ടാനുള്ള വഴി ഇമാം ഗസാലി റളിയല്ലാഹു എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ അയൽവാസിക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ ഒരിക്കലും അവന്റെ മനസ്സ് സമ്മതിക്കുകയില്ല. സമ്മതിക്കാതെ ആ കാര്യം ചെയ്യണം. അവന്റെ വീട്ടിൽ വിവാഹ പരിപാടിയോ മറ്റോ നടക്കുമ്പോൾ നന്നായിട്ട് അവിടെ പോയിട്ട് സഹകരിച്ച് അവന്റെ മനസ്സിനെ സംതൃപ്തമാക്കാൻ ശ്രമിക്കും. അത് കണ്ട് അവൻ ഇങ്ങോട്ടും അതുപോലെ സഹായിക്കും. അങ്ങനെ ഇവനോടും ഇവന്റെ മനസ്സിൽ അയാളോടും സംതൃപ്തി. തുടർന്ന് വീണ്ടും അതുപോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അയാൾ വീണ്ടും ഇങ്ങോട്ട് ചെയ്യും. അങ്ങനെ ക്രമേണ അസൂയ നീക്കിക്കളയാം എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു മാർഗം നിർദ്ദേശിച്ചത്. പക്ഷേ ഇതിന്റെ പ്രായോഗികത എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്നത് കണ്ടത് നമുക്കിങ്ങനെ വിവരിക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഒരു പക്ഷേ അത് പിന്നെ ആക്കാം, നാളെ ആക്കാം, അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ആക്കാം. അതങ്ങനെ നീട്ടി കൊണ്ടുപോയി മരണം വരെ ചിലപ്പോൾ അത് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. ഇതിനെല്ലാമുള്ള ഒരേ ഒരു മാർഗം ഇതൊരു അസൂയ. ഇനി അഹങ്കാരം, നേരത്തെ പറഞ്ഞ സ്വത്തിനോടുള്ള ആക്രാന്തം, തെറ്റിദ്ധാരണ വലിയൊരു അപരാധമാണ്. പൊന്നൂബിൽ മുഅ്മിനീന ഖൈറാ, മുഅ്മിനീങ്ങളെ കുറിച്ച് നല്ലത് വിചാരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് അവൻ അങ്ങനെ ചെയ്തത് എന്നെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയോ ഇങ്ങനെയുള്ള ധാരണകൾ, അതാണ് സൂഹുകൾ. അതുപോലെ ഹുബ്ബുൽ ജാഹ്, സ്ഥാനമോഹം, ഇങ്ങനെ ഒരുപാട് വേറെയും മാലിന്യങ്ങൾ, മനസ്സിന്റെ ദൂഷ്യങ്ങൾ ധാരാളം. അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ സഹോദരങ്ങളെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് യോഗ്യനായ ശൈഖിൽ നിന്ന് അവർ ചൊല്ലിത്തരുമ്പോൾ ഏറ്റുചൊല്ലി സ്വീകരിച്ച് അവരുമായി ഒരു പ്രതിജ്ഞ ചെയ്ത് പരിശുദ്ധമായ കലിമയോടുള്ള പ്രതിബദ്ധത ഉണ്ടാക്കുകയാണ് അതിന്. ആ പ്രതിബദ്ധത ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകൾ ഒരുപാട് ശിഷ്യഗണങ്ങളെ ആ രീതിയിൽ വളർത്തി. മഹാനവറുകളുടെ പകരക്കാരനും പൊന്നോമന പുത്രനുമായ ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ഇപ്പോൾ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിർവഹിച്ചു കഴിഞ്ഞാൽ കലിമയോടുള്ള പ്രതിബദ്ധത വർദ്ധിക്കും. കലിമ തന്ന ശൈഖ് അവറുകളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. അത് രണ്ടും മനസ്സിൽ സജീവമാകുന്നതിനനുസരിച്ച് അള്ളാഹുവും തിരുദൂതരുമായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത്തരം അലപരാധി മാലിന്യങ്ങളെല്ലാം നാം അറിയാതെ നീങ്ങിപ്പോകുന്നത് നമുക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ കഴിയും. സഹോദരങ്ങളെ, അതാണ് അതിനുള്ള മാർഗം. ആ രീതിയിലൂടെ മുമ്പോട്ട് വരിക. അങ്ങനെ ഉള്ളും പുറവും വൃത്തിയാക്കി നമുക്ക് ഇബാദത്തിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.